Welcome to Lore and More, a CMS College Documentaire to discover the endless layers of culture, history and heritage of CMS College. The CMS community has an obligation to the present and future generations to identify, manage and conserve its rich and varied heritage. The heritage embodied in the fabric of the college offers tangible evidence demonstrating its significance in multifarious realms of history, culture, society, architecture, technology, nature, and so on. Join me in exploring the CMS heritage with the head of the institution, Dr. Verghese C. Joshua. April 18 നമ്മൾ ലോക പൈതൃക ദിനമായി ആചരിക്കുകയുണ്ടായി. UGC CMS കോളേജിന് പ്രത്യേക പൈതൃക പദവി എന്നൊരു വിശിഷ്ട പദവി നൽകുകയുണ്ടായി. അത്തരമൊരു ശ്രേഷ്ഠ പദവി നൽകിയ ഒരു കോളേജിൻ്റെ ഒരു വിദ്യാഭ്യാസ സ്ഥാപനത്തിൻ്റെ തലവൻ എന്ന നിലയിൽ സാറിന് എന്താണ് കോളേജിൻ്റെ പൈതൃകത്തെക്കുറിച്ച് നമ്മളോട് സംസാരിക്കാനുള്ളത്? നമ്മുടെ കോളേജിനെ കുറിച്ച് പറയുമ്പം ഏറ്റവും പ്രധാനമായിട്ട് വരുന്നൊരു വാക്കാണ് പൈതൃകം എന്ന് പറയുന്നത്. ഇപ്പോൾ പൈതൃകം എന്നുള്ള വാക്കിൻ്റെ അർത്ഥം തന്നെ നമുക്ക് ഈ ഇൻഹെറിറ്റ് ചെയ്ത് കിട്ടുന്നത് ഈ ഏപ്രിൽ 18 ലോക പൈതൃക ദിനമായിട്ട് ആചരിക്കുന്നുണ്ട്. അപ്പോൾ അതിൽ ഈ യുനെസ്കോ മുന്നോട്ട് വെക്കുന്ന ആശയം എന്ന് പറയുന്നത് ഈ പൈതൃകത്തിൽ രണ്ട് പ്രധാനപ്പെട്ട കാര്യം എടുത്തു പറയുന്നുണ്ട്. ഒന്ന്, ഈ പൈതൃകം എത്രമാത്രം സമ്പന്നമാണ് എന്നുള്ളത്. ഈ പൈതൃകം എത്രമാത്രം സമ്പന്നമാണ് എന്ന് നമ്മൾ കരുതുന്നത് അതിന് വൈവിധ്യം ഉണ്ടെന്നുള്ള അർത്ഥത്തിലാണ്. അത് എന്തുമാത്രം ഡൈവേഴ്സിഫൈഡ് ആണ്. അപ്പോൾ അത് നമുക്കത് വളരെ കൗതുകരമായിട്ടുള്ളൊരു കാര്യമാണ്, എത്രമാത്രം അത് വിവിധ മേഖലകളിൽ അത് ബാധിക്കുന്നു എന്നുള്ളത്. പിന്നെ രണ്ടാമത്തേത്, ഇതിനെന്തുമാത്രം കാലം ഇതിന് പഴക്കമുണ്ട് എന്നുള്ളത്. ഇപ്പോൾ നമ്മുടെ കോളേജിന് 205 വർഷത്തെ പഴക്കം, അതായത് 2 നൂറ്റാണ്ടിൻ്റെ പഴക്കം. ഇപ്പോൾ 205 വർഷം എന്ന് പറയുന്നത് നമ്മുടെ ലോക ചരിത്രത്തിലൊരു വലിയ കാലഘട്ടമൊന്നുമല്ല. കാരണം ആയിരക്കണക്കിന് വർഷം പൈതൃകമുള്ള ഒരുപാട് സ്ഥാപനങ്ങളും ഒരുപാട് കാര്യങ്ങളും ലോകത്തുണ്ട്. പക്ഷേ രണ്ടാമത്തെ കാര്യമുണ്ടല്ലോ, യുനെസ്കോ പറയുന്ന രണ്ടാമത്തെ കാര്യം, അതായത് ഈ വൈവിധ്യം എന്ന് പറയുന്നത്, ഡൈവേഴ്സിറ്റി എന്ന് പറയുന്നത്, ഇത് നമ്മുടെ കോളേജിനെ സംബന്ധിച്ചിടത്തോളം വളരെ ബൃഹത്താണ്. കാരണം വൈവിധ്യം എന്ന് പറയുന്നത് തന്നെ ഈ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, ഒന്ന് അതിൻ്റെ ചരിത്രപരമായിട്ടുള്ള വൈവിധ്യം എന്ന് പറയും. ചരിത്രത്തെ അത് എത്രമാത്രം സ്വാധീനിക്കുന്നുണ്ട് എന്നുള്ള അർത്ഥത്തിൽ. ഇപ്പോൾ ചരിത്രത്തെ സ്വാധീനിക്കുന്ന നമ്മുടെ കോളേജ് എന്ന് പറയുന്നത്, CMS കോളേജ് എന്ന് പറയുന്നത് ഇന്ത്യയിൽ ഈ ആധുനിക ഉന്നത വിദ്യാഭ്യാസം CMS കോളേജിലാണ് വരുന്നത്. ഇപ്പോൾ പ്രാചീന ഉന്നത വിദ്യാഭ്യാസം ഇന്ത്യ ലോകത്തെ വലിയ ഒരു രാജ്യമായിരുന്നു, ഇപ്പോൾ തക്ഷശില സർവകലാശാല എന്നൊക്കെ പറയുന്നത്. പക്ഷേ ആധുനിക കാലത്ത് വരുമ്പോൾ നമ്മളിന്ന് കാണുന്ന സർവകലാശാല വിദ്യാഭ്യാസം തുടങ്ങുന്നത് CMS കോളേജിലാണ്, അല്ലെങ്കിൽ ആദ്യ മുൻനിരയിലുള്ള കോളേജാണിത്. രണ്ടാമത്തെ ഒരു കാര്യം എന്ന് പറയുന്നത്, നമ്മുടെ വൈവിധ്യം എന്ന് പറയുന്നത് നമ്മുടെ ഈ സോഷ്യോ കൾച്ചറൽ വൈവിധ്യം, ഹെറിറ്റേജ് എന്ന് പറയും. സോഷ്യോ കൾച്ചറൽ എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ നിങ്ങൾക്കറിയാമോ, 1717 നമ്മുടെ കോളേജ് സ്ഥാപിതമാകുമ്പോൾ സവർണർ മാത്രമായിരുന്നു അക്കാലത്ത് വിദ്യാഭ്യാസം ചെയ്തിരുന്നത്. പക്ഷേ അതിനെ വെല്ലുവിളിച്ചുകൊണ്ട് അവർണ വിഭാഗത്തിലുള്ള ആളുകളെ നമ്മൾ പ്രവേശിപ്പിച്ചു. ഏറ്റവും രസകരമായ കാര്യം എന്ന് പറയുന്നത്, സ്ത്രീ വിദ്യാഭ്യാസം എന്ന് പറയുന്നത്, സ്ത്രീകളുടെ വിദ്യാഭ്യാസത്തെക്കുറിച്ച് ചിന്തിക്കാൻ പോലും സാധിക്കാതിരുന്ന ഒരു കാലത്ത് സ്ത്രീകളെ ആദ്യമായിട്ട് ഇന്ത്യയിൽ വിദ്യാഭ്യാസത്തിൽ പ്രവേശിപ്പിച്ചത് നമ്മുടെ കോളേജിലാണ്. അതുപോലെ തന്നെ ഈ സാമൂഹിക അനീതിക്കെതിരെ ഒരുപാട് പോരാട്ടങ്ങൾ നടന്നിട്ടുണ്ട്. ഇപ്പം നമ്മുടെ മതിലിൽ ചെയ്തിരിക്കുന്ന റിലീഫ് സ്കൾച്ചർ നോക്കിയാൽ തന്നെ നമുക്കറിയാം. ഇപ്പം ചാന്നാർ ലഹള എന്ന് പറഞ്ഞാൽ സ്ത്രീകൾക്ക് മാറുമറയ്ക്കാനുള്ള അവകാശത്തിന് വേണ്ടി നടത്തിയ സമരം. അതുപോലെ തന്നെ പന്തിഭോജനം, അവർണർക്ക് മറ്റുള്ളവരോടൊപ്പം ഇരുന്ന് ഭക്ഷണം കഴിക്കാനുള്ള അവകാശം. അപ്പോൾ ഇതിനൊക്കെയുള്ള സമരങ്ങൾക്ക് മുൻനിരയിൽ ഈ CMS കോളേജുമായിട്ട് ബന്ധപ്പെട്ട മിഷണറിമാരും ഇവിടുത്തെ അധ്യാപകരും വിദ്യാർത്ഥികളും ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ സൗജന്യമായിട്ടുള്ള വിദ്യാഭ്യാസം തന്നെയായിരുന്നു അത്. അതും ഈ ചരിത്രപരമായിട്ടുള്ള ഈ പറയുന്ന നമ്മുടെ ഹെറിറ്റേജിൻ്റെ ഒരു പ്രാധാന്യമാണ്. പിന്നെ ഈ സാഹിത്യപരമായിട്ട് നമ്മുടെ മലയാളത്തിലെ ആദ്യത്തെ നിഘണ്ടു ഇവിടെയാണ് ഉണ്ടാകുന്നത്. അതിനേക്കാൾ പ്രധാനം എന്ന് പറയുന്നത്, ഇപ്പോഴത്തെ നമ്മുടെ മലയാളത്തിൻ്റെ ആധുനിക ലിപി CMS കോളേജിലാണ് ഉണ്ടാകുന്നത്. മലയാളത്തിലെ ആദ്യത്തെ കഥപുസ്തകം ഉണ്ടാകുന്നത് CMS കോളേജിലാണ്. പിന്നെ മറ്റൊന്ന് ടെക്നോളജിക്കൽ ഹെറിറ്റേജ് എന്ന് പറയും. ടെക്നോളജിക്കൽ ഹെറിറ്റേജ് എന്ന് പറയുന്നത്, അന്ന് ഈ സാങ്കേതിക വിദ്യയൊന്നും അല്പം പോലും വികസിച്ചിട്ടില്ലാത്തൊരു കാലഘട്ടമാണ്. പക്ഷേ അന്ന് ഒബ്സർവേറ്ററി CMS കോളേജിലാണ് വരുന്നത്. ആദ്യത്തെ പ്രസ് മലയാളത്തിൽ സ്ഥാപിക്കപ്പെടുന്ന ഒരു കോളേജാണ്. അല്ലെങ്കിൽ ആദ്യം മൈക്രോസ്കോപ്പ് വരുന്നു. പിന്നിങ്ങോട്ട് വരുമ്പോൾ 1984 ആകുമ്പോഴത്തേക്ക് കേരളത്തിലെ തന്നെ ആദ്യത്തെ കമ്പ്യൂട്ടറുകളിലൊന്ന് CMS കോളേജിലാണ് വരുന്നത്. അപ്പം ടെക്നോളജിക്കലി നമുക്ക്
ഒരു ഹെറിറ്റേജ് ഉണ്ട്. അതാണ് നേരത്തെ ഞാൻ പറഞ്ഞ ഈ യുനെസ്കോ പറയുന്ന ഈ ഹെറിറ്റേജിൻ്റെ വൈവിധ്യം അല്ലെങ്കിൽ ഡൈവേഴ്സിറ്റി എന്ന് പറയുന്നത്. നമ്മൾ കോളേജിൻ്റെ ഹെറിറ്റേജിനെ പറ്റി ആലോചിക്കുമ്പം ആദ്യം മനസ്സിലോട്ട് വരുന്നത് നമ്മുടെ ഗ്രേറ്റ് ഹോളും അതുപോലെയുള്ള ബിൽഡിങ്സും. അപ്പം അതിനെ പറ്റിയിട്ട് സാർ. ശരിയാണ്, അത് നല്ലൊരു ചോദ്യമാണ്. കാരണം ഈ നമ്മുടെ കോളേജിൻ്റെ ഹെറിറ്റേജിനെ കുറിച്ച് അല്ലെങ്കിൽ നമ്മുടെ പൈതൃകത്തെക്കുറിച്ച് പറയുമ്പോൾ സാധാരണ ആളുകളുടെ മനസ്സിൽ വരുന്നത് നമ്മുടെ കെട്ടിടങ്ങളാണ്. അതിനാ ഈ യുനെസ്കോ പറയുന്ന ഈ ആർക്കിടെക്ചറൽ ഹെറിറ്റേജ് എന്ന് പറയും. അത് ഞാൻ നേരത്തെ പറഞ്ഞ വൈവിധ്യത്തിൻ്റെ ഒരു ഭാഗമാണ്. അപ്പോൾ നമ്മളുടെ പ്രത്യേകത എന്ന് പറയുന്നത് നമ്മളുടെ കെട്ടിടങ്ങൾക്ക് 2 പ്രത്യേകതയുണ്ട്. ഒന്ന്, ഇത് നമ്മുടെ കേരളീയ ആർക്കിടെക്ചറാണ്. അപ്പോൾ കേരളീയ ആർക്കിടെക്ചറിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ കേരളത്തിൻ്റെ കാലാവസ്ഥയ്ക്ക് ഒരു പ്രത്യേകതയുണ്ട്. ഈ ചൂട് സമയത്ത് നല്ല ചൂടുണ്ട്, ഈ മഴ സമയത്ത് നല്ല മഴയാണ്, അതുപോലെ തന്നെ ഹ്യൂമിഡിറ്റി ഉണ്ട്, അതുപോലെ തന്നെ വർഷത്തിൽ എല്ലാ ദിവസവും എല്ലാ സമയത്തും സൂര്യപ്രകാശവും കാറ്റും ഇതുണ്ട്. അപ്പോൾ ഇതിനെയൊക്കെ അക്കോമഡേറ്റ് ചെയ്യുന്ന രീതിയിലുള്ള ഒരു ആർക്കിടെക്ചറാണ് നമ്മുടെ കേരളത്തിൻ്റേത്. അപ്പോൾ അത് അതുപോലെ തന്നെ പ്രിസർവ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ കോളേജിൻ്റെ ആർക്കിടെക്ചർ എന്ന് പറയുന്നത്, ആ ഹെറിറ്റേജ് എന്ന് പറയുന്നത് നമ്മുടെ കേരളത്തിൻ്റെ തനതായ ആർക്കിടെക്ചറിനോടൊപ്പം തന്നെ ഈ ബ്രിട്ടീഷ് അല്ലെങ്കിൽ നമ്മൾ പറയുന്ന സോ കോൾ കൊളോണിയൽ ആർക്കിടെക്ചറും കൂടെ കൊണ്ടുവരികയാണ്. അപ്പോൾ ഇത് കൊളോണിയൽ ആണോ എന്ന് ചോദിച്ചാൽ അങ്ങനെ പറയാൻ പറ്റത്തില്ല, കേരളത്തിൻ്റെ ആണോ എന്ന് പറയാൻ പറ്റത്തില്ല, രണ്ടിൻ്റെയും കൂടി ഒരു സങ്കരമാണ്. അപ്പോൾ ആ അർത്ഥത്തിലാണ് ഈ ചോദ്യത്തിൻ്റെ പ്രസക്തി എന്ന് പറയുന്നത്. സാർ, നമ്മുടെ CMS കോളേജിനെ കുറിച്ച് ചിന്തിക്കുമ്പോഴും CMS കോളേജിനെ കുറിച്ച് സംസാരിക്കുമ്പോഴും ആളുകളുടെ മനസ്സിലേക്ക് പെട്ടെന്ന് വരുന്നൊരു കാര്യമാണ് നമ്മുടെ ഈ പുസ്തകങ്ങളാൽ അതിസമ്പന്നമായ ഈ ഒരു ലൈബ്രറിയെ കുറിച്ച്. ഇത് നമ്മുടെ ഒരു വളരെ പ്രാധാന്യമർഹിക്കുന്ന ഒരു പൈതൃകമല്ലേ? ലൈബ്രറി എന്നുള്ളതിനെക്കാട്ടിൽ അതിന് ഉപയോഗിക്കുന്ന ഒരു സാങ്കേതിക പദം ലിറ്റററി ഹെറിറ്റേജ് എന്നുള്ളതാണ്. അപ്പോൾ നമ്മുടെ അത് ഈ വളരെ പ്രധാനപ്പെട്ട ഒരു വളരെ സമ്പന്നമായ ഒരു മേഖലയാണ്. അതിലേറ്റവും പ്രധാനം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഞാൻ ഈ പറയുന്ന ചരിത്രമൊക്കെ ഈ ചർച്ച് മിഷണറി സൊസൈറ്റിയുടെ മിഷണറി രജിസ്റ്റർ അല്ലെങ്കിൽ മിഷണറി റെക്കോർഡ്സ് എന്ന് പറയുന്ന രേഖകളിലാണ്. അപ്പോൾ ഇത് തന്നെ 1819 അത് ഞാൻ ഏറ്റവും പഴയ ഒരെണ്ണം ഉദാഹരണമായിട്ട് കാണിച്ചതാണ്. അപ്പോൾ 1817 നമ്മുടെ കോളേജ് വരുന്നത്. അപ്പോൾ 1817 മുതലുള്ള കോളേജിൻ്റെ ഓരോ ദിവസത്തെയും ഡേ ടു ഡേ അഫേഴ്സാണ് ഈ മിഷണറി രജിസ്റ്ററിലും മിഷണറി റെക്കോർഡ്സിലും അന്നത്തെ ആളുകൾ റെക്കോർഡ് ചെയ്തിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ഇപ്പോൾ നമുക്ക് അഭിമാനപൂർവ്വം പറയാവുന്ന ഒരുപാട് കാര്യങ്ങൾ നമുക്കുണ്ട്. ഒന്ന്, ഇപ്പോൾ മലയാളത്തിലെ ആദ്യത്തെ ഉണ്ടായ മലയാളം ഇംഗ്ലീഷ് നിഘണ്ടു ഇവിടെ CMS കോളേജിൽ നിന്നുണ്ടായത് ബെഞ്ചമിൻ ബെയ്ലിയുടെ നിഘണ്ടു എന്ന് പറയുന്നത്. അത് ഈ അടുത്ത സമയത്ത് നമ്മൾ പുനഃപ്രസിദ്ധീകരണം നടത്തി. അതിൻ്റെ റിവേഴ്സ് ഇംഗ്ലീഷ് മലയാളം നിഘണ്ടു ആദ്യത്തേതും CMS നിന്നാണ് വരുന്നത്. മലയാളത്തിലെ ആദ്യത്തെ വ്യാകരണ ഗ്രന്ഥം CMS കോളേജിൽ നിന്നാണ്. അതായത് 2 വ്യാകരണം വരുന്നുണ്ട്. ഒന്ന് ജോസഫ് പീറ്റിൻ്റെ വ്യാകരണം, അതിനുശേഷം റിച്ചാർഡ് കോളിൻസിൻ്റെ വ്യാകരണം. ഇതൊക്കെ 1860-കൾക്ക് മുൻപാണ്, 1840-കളിലും 1860-കളിലാണ്. അതുപോലെ ഭൂമിശാസ്ത്രത്തിൻ്റെ മലയാളത്തിലുള്ള ആദ്യത്തെ പുസ്തകം CMS കോളേജിൽ നിന്നാണ് പ്രസിദ്ധീകരിക്കുന്നത്. ആദ്യത്തെ മാഗസിൻ അത് മാത്രമല്ല, അതിന് മുൻപ് ആദ്യത്തെ മാഗസിൻ വരുന്ന 1864-ലാണ്. അതായത് കോളേജ് മാഗസിൻ, അത് വിദ്യാസംഗ്രഹം. അത് തന്നെയാണ് ഇപ്പോഴും നമ്മുടെ കോളേജ് മാഗസിൻ എന്ന് പറയുന്നത്. ഇത് അതിൻ്റെ ഒരു യഥാർത്ഥ പ്രിൻ്റ് തന്നെയാണ്. ഇപ്പോൾ അതിൻ്റെ കോപ്പികൾ നോക്കിയാൽ അറിയാം. ഈ ഒറിജിനൽ പ്രിൻ്റ് തന്നെയാണ്. 1864 നമ്മൾ പ്രസിദ്ധീകരിച്ച വിദ്യാസംഗ്രഹമാണ് ഇന്ത്യയിലെ ആദ്യത്തെ കോളേജ് മാഗസിൻ. അതുപോലെ തന്നെ മലയാളത്തിലെ ആദ്യത്തെ പത്രമാസിക എന്ന് പറയുന്നത് CMS കോളേജിൽ നിന്ന് പ്രസിദ്ധീകരിച്ച ജ്ഞാനനിക്ഷേപമാണ്. മലയാളത്തിലെ ആദ്യത്തെ അച്ചടിച്ച കഥ എന്ന് പറയുന്നത് ഇവിടെ നിന്ന് പ്രസിദ്ധീകരിച്ച ഫുൽമേനി എന്നും കൊറിണ എന്നും പേരായ 2 സ്ത്രീകളുടെ കഥ എന്ന് പറയുന്ന പുസ്തകമാണ്. അപ്പോൾ ഇങ്ങനെ ഇതാണ് നേരത്തെ ചോദിച്ച ചോദ്യത്തിനുള്ള ഉത്തരം. സാർ, നമ്മുടെ CMS കോളേജിലാണല്ലോ ആദ്യത്തെ പ്രസ് വന്നിരിക്കുന്നത്, ആദ്യത്തെ പ്രിൻറ്റിംഗ് പ്രസ്. ഈ ആദ്യത്തെ പ്രിൻറ്റിംഗ് പ്രസ് എന്നുള്ളതിനേക്കാൾ അതിൻ്റെ ഒരു പ്രാധാന്യം ഞാൻ നേരത്തെ പറഞ്ഞ ഈ ഹെറിറ്റേജിൻ്റെ ഒരു ഡൈവേഴ്സിറ്റിയാണ്. കാരണം മലയാളത്തിലെ ആദ്യത്തെ പ്രിൻറ്റിംഗ് പ്രസ് എന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. പക്ഷേ അന്ന് മലയാള ഭാഷ അച്ചടിക്ക് അനുയോജ്യമായിരുന്നില്ല. കാരണം മലയാള അക്ഷരങ്ങൾ ഈ റൗണ്ട് ഷേപ്ഡാണ്. നമ്മൾ മലയാളത്തിൽ അതിന് വർത്തുളാകൃതിയിലുള്ള അക്ഷരങ്ങളെന്ന് പറഞ്ഞു. അപ്പോൾ അതൊരിക്കലും അച്ചടിക്ക് യോജ്യമായിരുന്നില്ല, അതിന് പറ്റിയൊരു ലിപി ഇല്ലായിരുന്നു. അപ്പോൾ ആദ്യത്തെ പ്രിൻസിപ്പലായിരുന്ന ബെഞ്ചമിൻ ബെയ്ലി ചെയ്തത് മലയാള ഭാഷയ്ക്ക് അച്ചടിക്ക് അനുയോജ്യമായിട്ട് ഒരു ലിപി ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ്. അതായത് വർത്തുളാകൃതിയിലുള്ള ലിപി ഉണ്ടാക്കി. ലിപി ഉണ്ടാക്കിയതിന് ശേഷം ആ ലിപി ഉപയോഗിക്കത്തക്ക രീതിയിലുള്ള ഒരു പ്രസ് നിർമ്മിച്ചെടുത്തു. അപ്പോൾ പ്രസ് നിർമ്മിക്കാനായിട്ട് അന്ന് ഒരു സ്വർണ്ണപ്പണിക്കാരൻ്റെ ആശാരിയുടെയും ഒക്കെ സഹായത്തോടു കൂടി, അന്ന് നമ്മൾ ഇന്നത്തെ പോലെ ഇൻ്റർനെറ്റോ എൻസൈക്ലോപീഡിയോ ഒന്നുമില്ല, ലഭ്യമായിട്ടുള്ള ചില ലഘുലേഖകളോ അങ്ങനെയൊക്കെ ഉള്ളത് വായിച്ച് പഠിച്ച്
ഒരു ലിപി നിർമ്മിച്ചു, അതിനുശേഷം പ്രസ് നിർമ്മിച്ചു. അപ്പം ഈ പ്രസ് നിർമ്മിച്ച, അപ്പോൾ ശരിക്കും പറഞ്ഞാൽ അതാണ് മലയാളത്തിലെ അച്ചടിയുടെ തുടക്കം. ഇതുവരെ പറഞ്ഞത് കോളേജിൻ്റെ ഹെറിറ്റേജിനെ കുറിച്ചായിരുന്നു. അപ്പം കോളേജിൻ്റെ നാച്ചുറൽ ഹെറിറ്റേജ് അല്ലെങ്കിൽ ജൈവ വൈവിധ്യത്തെക്കുറിച്ച് ഒന്ന്. നമ്മുടെ ഈ ജൈവ വൈവിധ്യത്തിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് പല തലത്തിൽ നമുക്കതിനെ കാണാൻ പറ്റും. അത് പൈതൃകമായിട്ട് ബന്ധപ്പെടുത്തി തന്നെ ഞാൻ പറയുന്നത് ഈ കഴിഞ്ഞ ഇത് പൈതൃക സ്വത്തായിട്ട് തന്നെ നമുക്ക് ലഭിച്ചത് അതുപോലെ തന്നെ നമ്മൾ പ്രിസർവ് ചെയ്യുക, സംരക്ഷിക്കുകയാണ്. ഇപ്പോൾ കോളേജിനകത്ത് തന്നെ ക്യാമ്പസിനകത്ത് ഇപ്പോൾ നിങ്ങളിപ്പോൾ കണ്ടില്ലേ, ഒരു 6 ഏക്കറോളം നാച്ചുറൽ വെർജിൻ ഫോറസ്റ്റ് നമ്മൾ സംരക്ഷിക്കുകയാണ്. അതോടൊപ്പം തന്നെ ഈ അടുത്ത കാലത്ത് തന്നെ നമ്മൾ വലിയ വാർത്താ പ്രാധാന്യം ലഭിച്ചാണല്ലോ, നമ്മുടെ കോളേജിൽ 700ഓളം സ്പീഷീസാണ് പ്ലാന്റ്സ് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്തത്. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട ജീവിവർഗ്ഗങ്ങളും ഉണ്ട്, അതിനെ ഐഡൻറ്റിഫൈ ചെയ്യാനുള്ള ശ്രമങ്ങൾ നടന്നുകൊണ്ടിരിക്കുക. അപ്പോൾ ഈ ജൈവ വൈവിധ്യം എന്ന് പറയുന്നത് പൈതൃക വൈവിധ്യത്തിൽ തന്നെ ഒരു ഘടകമായിട്ട് തന്നെയാണ് നമ്മൾ കാണുന്നത്. അതും നമുക്ക് ആർഎസ്എസിൽ നമുക്ക് സമ്പന്നതയുണ്ട്. സർ, പൈതൃകവും സാമൂഹിക സാംസ്കാരിക പുരോഗതിയും തമ്മിൽ ബന്ധമുണ്ട്. അത് ശരിയാണ്. ഈ പൈതൃകത്തിൻ്റെ പല വൈവിധ്യങ്ങളിൽ ഒന്നാണ് ഈ സോഷ്യോ കൾച്ചറൽ ഡൈവേഴ്സിറ്റി എന്ന് പറയുന്നത്. ഇതിൽ നമ്മുടെ CMS കോളേജിനെ സംബന്ധിച്ചിടത്തോളം വളരെ വലിയൊരു വൈവിധ്യം നമുക്കുണ്ട്. അതിൽ ഉദാഹരണങ്ങൾ ധാരാളം നമുക്ക് പറയാനുണ്ട്. ഈ സാമൂഹിക നവോത്ഥാനവുമായിട്ട് ബന്ധപ്പെട്ട് സമൂഹത്തിലുണ്ടാക്കിയ ചലനങ്ങളുമായിട്ട് ബന്ധപ്പെട്ടൊക്കെ. ഉദാഹരണത്തിന് 1817 നമ്മൾ കോളേജ് വരുമ്പോൾ അന്ന് സവർണർക്ക് മാത്രമായിട്ട് സംവരണം ചെയ്യപ്പെട്ടിരുന്ന വിദ്യാഭ്യാസത്തിലേക്കാണ് അവർണരെ ഉൾപ്പെടുത്തുന്നത്. അതുപോലെ തന്നെ പാർശ്വവൽക്കരിക്കപ്പെട്ടവർ എന്ന് പറഞ്ഞാൽ നമ്മൾ സാധാരണ മാർജിനലൈസ് ചെയ്യപ്പെട്ടവരെന്ന് പറയുന്നത്. അപ്പോൾ ആ ആളുകളെ പ്രവേശിപ്പിക്കുന്നു. പിന്നീട് 100 വർഷത്തിനിപ്പുറം 1913 ആകുമ്പോഴേക്ക് സ്ത്രീകൾ വിദ്യാഭ്യാസത്തിലേക്ക് വരുന്നു. ഇന്ത്യയിൽ ആദ്യമായിട്ട് ഒരു പക്ഷേ സ്ത്രീകൾ വിദ്യാഭ്യാസത്തിലേക്ക് വരുന്നത് ഇവിടെയാണ്. അതുപോലെ തന്നെ 1818 വസൂരിക്കെതിരെയുള്ള വാക്സിൻ നമ്മുടെ ക്യാമ്പസിൽ വെച്ച് നടക്കുന്നുണ്ട്. ഇങ്ങനെ സാമൂഹികവും സാംസ്കാരികവുമായിട്ടുള്ള ഒരുപാട്, അതുപോലെ 1845 ചാന്നാർ ലഹളയിൽ നമ്മുടെ കോളേജുമായിട്ട് ബന്ധപ്പെട്ട ആളുകളുടെ കോൺട്രിബ്യൂഷൻ. പിന്നീട് CMS കോളേജിലെ അന്നത്തെ പ്രിൻസിപ്പൽമാർ അടിമച്ചന്തയിൽ പോയിട്ട് അടിമകളെ വിലയ്ക്ക് വാങ്ങിച്ചിട്ട് അവരെ വിട്ടയക്കുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ അന്ന് ഈ സാമൂഹിക രംഗത്തുണ്ടാക്കിയ വിപ്ലവം വളരെ വലുതാണ്. അപ്പോൾ ആ സാമൂഹികവും സാംസ്കാരികവുമായിട്ടുള്ള പുരോഗതിയുമായി ബന്ധപ്പെട്ട് ആ വൈവിധ്യത്തിലും നമ്മൾ കാര്യമായ ഇടപെടലുകൾ നമ്മൾ നടത്തിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ പൈതൃകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകമായി ഇപ്പോൾ ഈ ചോദിച്ച ഈ സോഷ്യോ കൾച്ചറൽ ഡൈവേഴ്സിറ്റി എന്ന് പറയുന്നത്.